ശംസുലുലമ ശരീഅത്ത് പ്രശ്നത്തിൽ മുതലക്കുളത്ത് വെച്ച് അബുൽ ഹസൻ അലി നദവിയുടെ കൂടെ വേദി പങ്കിട്ടതാണോ സമസ്തയുടെ ഭിന്നിപ്പിന്നി കാരണം? ഒരിക്കലുമല്ല. കാരണം അത് മൂപ്പര് ചെയ്തൊരു ഫോളാണെന്ന് മനസ്സിലാക്കുകയും അത് വ്യക്തിപരമായ കാര്യമാണ്. നമ്മളത് ചർച്ച ചെയ്തിട്ട് ഭിന്നിപ്പുണ്ടാക്കേണ്ടതെന്ന് അതിന് ശേഷം ചേർന്ന മുഷാവറയിൽ ഞാനുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചതാണ്. ആ കാരണത്താലേ അല്ല. അതൊരു കാരണമായിരിക്കും. ഞങ്ങൾ ഭിന്നിച്ച് വന്നത് നേരത്തെ പറഞ്ഞ മാതിരി മിനിറ്റ് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മൂപ്പര് സമ്മതം വേണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ലയിക്കുകയും അത് കാരണത്താൽ ഒഴിഞ്ഞു വന്നതാണ്. അല്ലാതെ കൊണ്ട് മൂപ്പര് അവിടെ ആ പങ്കെടുത്തത് വ്യക്തിപരമായ കാര്യമാണ്. എന്തുകൊണ്ട്? കാരണം എന്താ വെച്ചാൽ മൂപ്പര് നേതൃത്വത്തിലുള്ള മുഷാവറയിൽ മൂപ്പര് തന്നെ അഭിപ്രായപ്പെട്ട് തീരുമാനിച്ചതാണ് ശരീഅത്ത് പ്രശ്നത്തിൽ നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ് വേണ്ടത്. അതിൽ വിദേഹത്തിന്റെ ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് പോരാ. കാരണം എന്താണ്? അപ്പം പല കാര്യങ്ങളും അവർ വ്യതിയാനം വരുത്തിയത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സമസ്തയിൽ സ്വതന്ത്രമായിട്ട് തന്നെ ശരീഅത്ത് വിഷയത്തിൽ കൈകാര്യം ചെയ്യും. വേണ്ടി വന്നാൽ ഡൽഹി പോയിട്ട് നേതാക്കന്മാരെ ബോധ്യം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ശംസുലുലമാന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു കമ്മിറ്റി, അതായത് ഉള്ളാഹത്തിനെയും അതുപോലെ ഏപ്പിനെയും അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മൂപ്പര് വ്യതിചരിച്ചു. അല്ലാഹുവിലും ആ യാത്രയിൽ മൂപ്പര് വ്യതിചരിക്കുക മാത്രമല്ല, പിന്നീട് കണ്ടത് നദി വന്ന അവസരത്തിൽ സ്റ്റേഷനിൽ മണിക്കൂറുകളും കാത്തുനിന്ന് സ്വീകരിക്കുകയും ആ വേദിയിൽ പങ്കെടുക്കുകയും. വേദിയിൽ പങ്കെടുത്തത് മാത്രമല്ല, അയാൾ തബ്ലീഗ് ജമാഅത്തിന്റെ ആളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അന്ന് ഇന്നും നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ മണിക്കൂറുകൾ പോയി കാത്തുനിന്നു. അല്ലാതെ വേദി പങ്കെടുക്കാൻ പല വേദിയിൽ പലരും പങ്കെടുക്കാലോ, അത് മാത്രമേ കാരണം ധരിക്കല്ല. വേദി പങ്കെടുത്തതേ അല്ല. അത് പറയുന്ന കള്ളത്തരം. നേരെ മറിച്ച് മൂപ്പര് അവിടെ പോയി കാത്തുനിന്നത് ശരിയായില്ല എന്ന് മുഷാവറയിൽ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രശ്നമാക്കേണ്ട, വ്യക്തിപരമായ കാര്യം എന്നുള്ളതൊക്കെ നമ്മൾ ഒഴിവാക്കാന്നുള്ളതിൽ അതിനുശേഷം മുഷാവറ ചെയ്യുകയും അത് ചർച്ചയാക്കാതെ ഇരിക്കുകയാണ് ചെയ്തിരുന്നത്. അത് അക്കാരണത്താലാണ് വേറുപെട്ടതെന്ന് പറയുന്നത് കള്ളത്തര. വേറുപെട്ടത് കാരണം ഇതന്നെ, ഈ ഒറ്റ കാരണം. 60 കൊല്ലത്തെ നിരന്തരമായ മുഷാവറ മാറ്റി എഴുതാൻ അധികാരം വേണം. അത് അധികാരം പറ്റില്ല. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്നു. അന്ന് 14 ഇറങ്ങി വന്നിരുന്നു. പിന്നെ അവരെ എല്ലാവരും നോക്കേണ്ടതില്ല. ഇപ്പോൾ ബാക്കിയുള്ള ആളും എപിയും ഞാനും ബാക്കിയുണ്ട്. മുതലക്കുളത്ത് വെച്ച് തലാഖിന് എന്തോ പ്രശ്നത്തിന് അതുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ പ്രതിഷേധത്തിൽപ്പെട്ടതാണ്. തലാഖിന്റെ 3 തലാഖ് ഒന്ന് ശരിയാൽ ഒന്നേ പോകുമെന്ന് പ്രസംഗിച്ചു മുജാഹിദുൽ ഇസ്ലാം. അതൊക്കെ മൂപ്പര് കേട്ട് ജനങ്ങളായിരിക്കുകയും ചെയ്തത്. അതൊക്കെ പ്രശ്നമായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിന്റെ പേരിൽ ഒരു നടപടി സ്വീകരിച്ചില്ല. അത് ഉറപ്പാണ്. ആ പ്രശ്നത്തിന്റെ അതൊക്കെ മൂപ്പര് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിലക്ക് എന്തുകൊണ്ട് ഒരു ഭിന്നിപ്പ് വേണ്ടാന്നുള്ള നിലക്ക് തന്നെയാണ് അത് ചർച്ച ചെയ്യാനും അതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തത്. പിന്നെ കാരണമായത് ഭിന്നിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. മുതലക്കുളത്ത് വെച്ച് ശംസുലുലമ നദവിയുമായി വേദി പങ്കിട്ടതും ബിദഈ സ്ഥാപനങ്ങളായ തിരൂരങ്ങാടി യത്തീംഖാനയിലും തലശ്ശേരി ദാറുസ്സലാമിലും അറബികൾക്കൊന്നിച്ച് കാന്തപുരം ഉസ്താദ് വേദി പങ്കിട്ടതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? വേദി പങ്കെടുക്കൽ അല്ല ഞാൻ പറഞ്ഞു. വേദി പങ്കെടുക്കൽ മാത്രം പറഞ്ഞില്ല. അത് ഓരോ സാഹചര്യത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യും. വേദി പങ്കെടുത്തതേ അല്ല, നേരെ മറിച്ച് മുഖത്തുചായ നേതാവിനെ സ്വീകരിക്കാൻ പോയി എന്നുള്ളത് പ്രതിഷേധമുള്ളത് തന്നെയാണ്. അതുപോലെ അതിനെതിരിൽ പ്രസംഗിക്കുന്ന അവസരത്തിൽ അത് കേട്ടിരുന്നു, പ്രതികരിച്ചില്ല എന്നുള്ളതും പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം ഉണ്ടായിട്ട് പോലും അത് ഞങ്ങൾ മുഷാവറയിൽ ഉന്നയിച്ചുകൊണ്ട് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. അത് വ്യക്തിപരമായ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ കണ്ണിയുമയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അക്കാരണത്താൽ പുറത്താക്കി എന്ന് പറയുന്നത് കള്ളത്തരാണ്. ശംസുലുലമ നദവിയെ സ്വീകരിക്കാൻ പോയതാണ് തെറ്റെന്ന് ഉസ്താദ് പറഞ്ഞു. എങ്കിൽ ഉള്ളാളത്തങ്ങൾ നദവി മംഗലാപുരത്ത് വരുമ്പോൾ സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്നു. ഇല്ല, സ്വീകരിച്ചിട്ടില്ല. അതുപോലെ മംഗലാപുരത്തെ സദസ്സിൽ ഞാൻ അറിഞ്ഞിടത്തോളം തങ്ങൾ അവരെ ശരീരത്തിന്റെ യോഗം ചേർന്ന് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടതിന് ശേഷമാണ് നബി അവിടെ വന്നതെന്ന് അതിൻ്റെ അറിവ്. അത് രണ്ടും ചെയ്യാൻ ഇതായില്ല.